ഡിയർ ഫ്രണ്ട്സ്, നബാർഡ് ബാങ്കിങ് സെക്ടർ റിക്രൂട്ട്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റാണ് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതുപോലെ RBI. അപ്പോൾ ഇതൊക്കെ സ്വപ്നമാണ് ആൾക്കാർക്ക്. നേരത്തെ തന്നെ ബാങ്കിൽ കയറണമെങ്കിൽ ബാങ്കേഴ്സ് ബാങ്കിൽ കയറുക, നബാർഡിൽ കയറുക. അപ്പോൾ നബാർഡിലൊക്കെ കയറണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല ഇൻറ്റൻസീവായിട്ട് ജനറൽ റീഡിങ് വേണം, ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ് നല്ല ഡെപ്തിൽ വേണം, അത്യാവശ്യം ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പം യോജന, കുരുക്ഷേത്ര പോലുള്ള മാഗസിൻസ്, അഗ്രികൾച്ചർ സർവേ, എക്കണോമിക് സർവേ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോകുന്നവർക്ക് കുഴപ്പമില്ല. അപ്പം നമ്മൾ ജനറൽ അവയർനെസ് കവർ ചെയ്യുമ്പോൾ ഇതിന് അല്പ പ്രയോറിറ്റിയും കൂടെ കൊടുത്തു പോകുക എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ബാങ്ക് എക്സാമിന് പോലെ തന്നെ റീസണിങ്ങും മാത്സും ഇംഗ്ലീഷും എല്ലാം തന്നെയാണ്, ആ ലെവൽ ഓഫ് എക്സാംസാണ്. അപ്പോൾ ആ രീതിയിലേക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗൈഡ് ചെയ്യാം, നന്നായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നല്ല വേക്കൻസി ഉണ്ട്, 102 വേക്കൻസികളും ഉണ്ട്. നബാർഡൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടറിലും ഒരു ബ്രാഞ്ച് കാണും. ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ ബ്രാഞ്ച് കാണും. അപ്പോൾ ഓപ്പർച്യൂണിറ്റി അത്ര അധികമാണ്. പിന്നെ വലിയ തിരക്കൊന്നുമില്ല, എല്ലാ ബാങ്കുകാരായിട്ടും നല്ല റിലേഷൻ ഉണ്ടാക്കാം. സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ ഒരു ജോലിയാണ് നേരത്തെ RBI ചെയ്തിരുന്നതാണ് ഇപ്പം നബാർഡ് സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ കോൺസെൻട്രേറ്റ് ചെയ്ത് അലൈഡ് ആക്ടിവിറ്റീസ് കോൺസെൻട്രേറ്റ് ചെയ്തുള്ള പ്രോഗ്രാംസും സ്കീംസും, പിന്നെ പബ്ലിക് റിലേറ്റഡ് ആണ്, എപ്പോഴും പബ്ലിക്കിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണ്, ഒരുപാട് സർവീസ് ചെയ്യാൻ പറ്റും. നബാർഡ് ഡയറക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അത് കൂടാതെ തന്നെ ത്രൂ ബാങ്ക് റീഫൈനാൻസ് ആയിട്ട് ചെയ്യുന്ന പ്രോഗ്രാംസും ഉണ്ട്. പിന്നെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുക, ബാങ്കേഴ്സിന് അവയർനെസ് കൊടുക്കുക, പല രീതിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുക. ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ നബാർഡിൻ്റെ സെലക്ഷൻ. ഇത് എല്ലാ വർഷവും വിളിക്കാറുണ്ട്, പക്ഷേ വേക്കൻസി കുറവായിരിക്കും. ഈ വേക്കൻസി കുറവാണെങ്കിലും അതിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ്. കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഇല്ല എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പം എക്സാമിന് എഴുതുന്ന ആളുകളെല്ലാം കോമ്പറ്റീറ്റേഴ്സ് അല്ല. അപ്പോൾ അവർ പ്രിപ്പയർ ചെയ്യാതെ വെറുതെ ഇങ്ങനെ നബാർഡിന് അപ്ലൈ ചെയ്ത് എക്സാമിന് പോയി എഴുതുന്നു. പക്ഷേ വളരെ ഡീപ്പായിട്ട് പ്രിപ്പയർ ചെയ്ത് വരുന്നവർ മാത്രമേ കോമ്പറ്റീറ്ററായിട്ടുള്ളൂ. എക്സാം ഹാളിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും കോമ്പറ്റീറ്റർ അല്ല. അവർ അപ്ലൈ ചെയ്തു, വന്നു, എഴുതുന്നു. അവർക്ക് സമയം കിട്ടിയില്ല, പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല, വേറെയുള്ള ആക്ടിവിറ്റിയുടെ ഇടയ്ക്കാണ് എക്സാം. പിന്നെ എക്സാമിന് അപ്ലൈ ചെയ്തുകൊണ്ട് എഴുതാമെന്ന് വിചാരിച്ചു. പലരും പറയുന്ന വെറുതെ ഞാൻ എഴുതാമെന്ന് വിചാരിച്ചു, അങ്ങനെ വെറുതെ ഒരു എക്സാം ഒരിക്കലും ഒരാൾ എഴുതരുത്. പ്രിപ്പയർ ചെയ്യാതെ നമ്മൾ ഒരു എക്സാം എഴുതരുത്. അങ്ങനെ എഴുതി നമ്മുടെ കോൺഫിഡൻസ് പോകും. തിരിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാൾ ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് അല്പം കൂടെ പ്രിപ്പയർ ചെയ്തെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു എന്നുള്ളൊരു കോൺഫിഡൻസാണ് അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു പ്രിപ്പറേഷൻ വേണം, ടാർഗറ്റ് വേണം, എപ്പോഴും ടാർഗറ്റ് വേണം. ഇത്തരം വേക്കൻസികളെല്ലാം റെഗുലറായിട്ട് ബാങ്കിങ് സെക്ടറിലും ഫിനാൻസ് സെക്ടറിലും ഉള്ളതാണ്. ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് എൻ്റെ ടാർഗറ്റ്, നേരത്തെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് വന്നു ചേർന്നു. അത് ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് ഹോൾഡറാണ്. ഇത് വരുമ്പോൾ അത് പറഞ്ഞ് എനിക്ക് RBIയുടെ എക്കണോമിസ്റ്റ് ആവണം. RBIയുടെ എക്കണോമിസ്റ്റ് ആവണമെന്ന് പറഞ്ഞാൽ വേക്കൻസി വളരെ കുറവാണ്. ഒരു 4, 5, 6 വേക്കൻസിയെ ടോട്ടലായിട്ട് കാണും. ഒരു ബാങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു വേക്കൻസിയെ കാണും. അപ്പോൾ അത്ര ബോൾഡായിട്ട് പ്ലാൻ ചെയ്ത് വന്ന ആ കുട്ടി എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. ആദ്യത്തെ എക്സാമിന് തന്നെ ആ എക്കണോമിക്സ് പോസ്റ്റിൽ ഈ ലിമിറ്റഡ് നമ്പറിൽ കയറാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എത്ര അഗ്രസീവാണോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അതിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്, ആ സ്പാർക്കാണ് നമ്മളെ ആ ലെവലിലേക്ക് എത്തിക്കുന്നത്. അല്ല വെറുതെ നമ്മൾ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഡേയ്സും കുറേ എന്നും പരീക്ഷ എഴുത്ത് തൊഴിലാളികളായിട്ട് മാറരുത്. ദയവ് ചെയ്ത് ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മാത്രം ഒരു എക്സാം എഴുതുക. അല്ലാതെ അതുപോലെ തന്നെ ട്രയൽസ്, സോ മെനി ട്രയൽസ് ദാറ്റ് വി ഹാവ് ടു പ്രാക്ടീസ് സോ മെനി ട്രയൽസ്. വെറുതെ നമ്മൾ കുറേ നോക്കി പഠിക്കുക, റെസ്റ്റ് എടുക്കുക, റൂമിലിരുന്ന് പഠിക്കുക, റൂമിൽ കട്ടിൽ കിടന്ന് പഠിക്കുക, അതൊന്നും അല്ല ഇതിന് വേണ്ടുന്നത്. ഇതിന് ടൈം ബൗണ്ടായിട്ടൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക, ആ പ്ലേസിൽ പോവുക, വളരെ ഓർഡറിൽ തന്നെ ആ പ്ലേസിൽ റെഗുലർ ആവുക. ഈ റെഗുലറൈസ് ചെയ്തുള്ള പ്രാക്ടീസാണ്, ടൈം ബൗണ്ടാണ്. പിന്നെ ആരെങ്കിലും സൂപ്പർവൈസ് ചെയ്യാൻ ഏൽപ്പിച്ചാൽ പോലും കുഴപ്പമില്ല. നമ്മൾ ആ ടൈം ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ, ടൈം ആകുമ്പോൾ കട്ടാവാം. അല്ലാതെ സെൽഫായിട്ടാകുമ്പോൾ നമ്മൾ അതിനകത്ത് ലീനിയൻസി കാണും. അതാണ് നമ്മൾ എപ്പോഴും ആ രീതിയിലൊരു പ്രിപ്പറേഷൻ. ഇവിടെ ഞാൻ ഫസ്റ്റ് പറയാറുണ്ട്, ആർക്കും വീട്ടിൽ തിരക്കുള്ള ആൾ ലൈബ്രറി പോകും. ഒരു ലൈബ്രറിയിൽ റെഫറൻസ് സ്ഥലമുണ്ട്, ആ റെഫറൻസ് സ്ഥലത്ത് പോയാൽ പോലും നിങ്ങൾക്ക് പറ്റും. പിന്നെ ഒരുപാട് സ്ഥാപനങ്ങളിൽ സ്റ്റഡി ഹാളുകളുണ്ട്. ആ സ്റ്റഡി ഹാൾ നമ്മളിവിടെയും ഇപ്പോൾ അടുത്ത സമയത്ത് ഡെവലപ്പ് ചെയ്തു. കുറേ അധികം കുട്ടികൾ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ചിലർക്ക് സെൽഫായിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇൻഡിപെൻഡൻ്റായിട്ട് വേറെ ഉള്ള ഡിസ്റ്റർബൻസ് ഒന്നും വരാതെ അവരുടെ ലെവൽ ഓഫ് തിങ്കിങ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിറ്റുവേഷനാണ് ഈ സ്റ്റഡി ഹാൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊരു സ്റ്റഡി ഹാളിൽ നിന്ന് എവിടെയെങ്കിലും സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ മതി, പ്രിപ്പയർ ചെയ്യാം. റെഗുലറായിട്ട് ടൈം ഒരു ദിവസം തന്നെ 24 hours ആണ്. അപ്പോൾ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ആവശ്യമായിട്ട് ടൈമുണ്ട്.
പക്ഷെ കിടന്ന് കണ്ണുടച്ച് വെറുതെ നമ്മൾ വിധിവാദികളായിട്ട് നമ്മളിങ്ങനെ നമ്മളുടെ വിധിയെപ്പറ്റിയും നമ്മളുടെ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ആലോചിച്ച് വെറുതെ നമ്മൾ ഉറങ്ങാത്ത സമയങ്ങൾ ഒരുപാടുണ്ട്. അത് കണ്ണു തുറന്ന് ഉത്സാഹത്തോടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ആലോചിക്കുന്ന സമയം മതി നമുക്കൊരു ജോലി എത്താൻ. അപ്പം ഒരാളും ചെറുതായിട്ട് കാണരുത്. എല്ലാവർക്കും പവറുണ്ട്, എല്ലാവർക്കും പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. അത് മാക്സിമം യൂസ് ചെയ്യുക. ഇത് എപ്പോഴും നമ്മളുടെ പ്രൊമോട്ടേഴ്സ് എല്ലാവരും എപ്പോഴും പറഞ്ഞ് നിങ്ങൾ കേട്ടുമടുത്തതാണ്. എങ്കിലും റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അത് മെറ്റീരിയലൈസ് ചെയ്യണം. ഹൗ മച്ച് വാട്ട് എക്സ്റ്റെൻറ്റ് യു ക്യാൻ മെറ്റീരിയലൈസ് ദാറ്റ് എക്സാക്ട്ലി ദ റിയാലിറ്റി ഫോർ ഗെറ്റിംഗ് എ സേഫ് പൊസിഷൻ. ഓക്കെ.